അപ്പോൾ ഇന്ന് നമ്മുടെ ഫൗണ്ടേഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ കുറച്ച് നേരത്തെ വന്ന് നിന്നു, ഞങ്ങൾ വരാൻ ടൈമായി. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു കോർണറിൽ നിന്ന് നമ്മൾ കല്ല് വെച്ചിട്ട് തുടങ്ങാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. കല്ലുകളൊക്കെ ഇതാ സെറ്റാക്കി കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ പണിക്കാർക്ക് വന്നത് വായിച്ചും ചെയ്യുന്നത് അവിടെ ഉണ്ട്. വാ ഗൈസ്. അപ്പോൾ കല്ലിതാ ഇവിടെ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ അവർ തുടങ്ങട്ടാ. ഞങ്ങൾ താഴ്ചടിയേണ്ട ഇതാണ് കണ്ട കാൽമത്ത് ശരിയാ. ഫൈനലി എന്താ പറയാ, കല്ലിട്ട് തുടങ്ങിയില്ല. സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഫൗണ്ടേഷൻ ഞാനൊക്കെ എടുത്തു. പക്ഷെ നമുക്ക് കല്ലിനൊന്നും ഉള്ളത് കൊണ്ട് ഇന്നെന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ബാക്കി കല്ലുകളും കാര്യങ്ങളും വരുന്ന പറഞ്ഞത്. അതുപോലെ പണിക്കാവുന്ന ആൾക്കാരിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്. അതെ, കാണിച്ചു തരാം. അതിൽ പയ്യന്മാരുണ്ട്, അവരൊക്കെ നമ്മളുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണ്. ഹായ്, ഹലോ, ഹായ് പറ, ഒരു ഹായ് പറ. ഹായ് പറ. ഗൈസ്, എല്ലാവരും നമ്മളെ അറിയുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒരു ഇതാണ് അല്ലേ. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ അങ്ങനെ വാവിച്ചിനെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് ഞാൻ അച്ഛനെ വിളിച്ചുകൊണ്ട് വരാമല്ലോ. പിന്നെ അവർക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കുടിക്കാൻ മറ്റേ കുടവും കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നാണ് ഞങ്ങൾ വീട്ടിൽ കൊണ്ട് വെച്ചൂലേ. ഇപ്പോഴല്ല, കഴിഞ്ഞ കിണർ പണി കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ കൊണ്ട് വെച്ച് വെച്ച് വെറുതെ കേട് വരണമെന്ന് പറഞ്ഞിട്ട് പിന്നെ കുടവും കാര്യങ്ങളും ഒരു കപ്പും മേടിച്ചു കൊടുക്കണം. പിന്നെ ബാക്കി പിന്നെ വെള്ളമൊക്കെ അടിക്കണേ മോട്ടറും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി കഴിച്ചിട്ട് ആവശ്യത്തിന് വീട്ടിൽ കൊണ്ടുവിട്ട് അച്ഛനെ വിളിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് വന്നിട്ടില്ലേ, അടിമട്ട ഫുള്ള് തീർത്തിട്ട് പിന്നെ അവർ വന്ന് നാട്ടിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ അവർക്ക് നാട്ടിലെന്തോ ഫംഗ്ഷൻ എന്നുകൊണ്ട് അവർ നാട്ടിൽ പോയി. അപ്പോൾ അടിമട്ട ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് അടിമട്ട ഇട്ട് കഴിഞ്ഞാൽ അതിൽ നമുക്ക് പാറപ്പൊടി ഇട്ട് ഇതുപോലെ ഫില്ലാക്കണം. ഇതുണ്ട്, ഇതിപ്പോൾ മൊത്തം ഫില്ലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഫില്ലാക്കുന്ന സമയത്താണ് നമുക്ക് കിണറിലുള്ള വെള്ളം വെച്ചിട്ട് നമുക്ക് ഒരു ദിവസം മൊത്തം ഒന്നും അടിക്കാനുള്ള ഇല്ല. കാരണം വെള്ളമുണ്ട്, പക്ഷേ ഇത് മൊത്തം അടിക്കുന്ന അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം വേണം. അപ്പോൾ അവർ അന്ന് കുറച്ച് ഈ പോഷൻ മാത്രം, അതായത് ഈ പോഷൻ മാത്രം തീർത്തിട്ട് ബാക്കി അങ്ങനെ പോയി. കാരണം വെള്ളം കഴിഞ്ഞിട്ട് പോയി. പിന്നെ ഡെയിലി കുറച്ച് കിട്ടുന്ന സമയം വന്നിട്ട് ഞാൻ വന്നിട്ട് ഇവിടെയൊക്കെ ഫില്ല് ചെയ്തു കേട്ടോ ഗൈസ്. അതായത് പാറപ്പൊടി ഇവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് എടുത്തിട്ട് ഇതുണ്ട് ഇവിടെ ടോട്ടൽ ഇപ്പോൾ ഇത്രയും കാണുന്നുണ്ട, അവിടെയൊക്കെ ഫില്ല് ചെയ്ത്. ഇനിയിപ്പോൾ ആ കുറച്ച് കരിങ്കല്ല് കാണുന്ന ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കുറച്ച് കിട്ടുന്ന സമയം വന്നിട്ട് ഫില്ല് ചെയ്തു. ഇപ്പോൾ പിന്നെ മഴയും വന്നതുകൊണ്ട് കിണറിൽ ഫുള്ളായിട്ട് വെള്ളമായി. ഇപ്പോൾ ഒരു ദിവസമല്ല, എത്ര വേണമെങ്കിൽ നിന്ന് അടിക്കാനുള്ള വെള്ളമുണ്ട് കേട്ടോ. പിന്നെ എന്താണ് ഇനിയിപ്പോൾ ബാക്കി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് വന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അത് ഫില്ലിങ് ചെയ്യാൻ വേണ്ടി പോകണം ഗൈസ്. അപ്പോൾ തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതാണ്ട, ഇത് ഞാൻ മറ്റേ അർബാന വന്നിട്ട് അവിടെ നിന്ന് റെൻറ്റിന് എടുത്താണ്. അപ്പോൾ ഇത്രയും 2 ഇതുണ്ടായിരുന്നു. അപ്പോൾ മൊത്തം എടുത്തു. ഇനിയിപ്പോൾ കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ വേഗം നടക്കും ഈ സംഭവം ആകുമ്പോൾ. നമ്മൾ കൊട്ടയിലൊക്കെ ആവുന്ന സമയത്ത് മറ്റേ റബ്ബറിൻ്റെ അകത്തൊക്കെ ഇല്ല, ടയറിൻ്റെ ഈ സാധനം, ഇതൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് എത്ര ഇട്ടാലും മതിയാവില്ല. ഇതാകുമ്പോൾ വേഗം പണി നടക്കും. ഇതും കൊണ്ടാണ് ഇത്ര ഇട്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് മാക്സിമം ഇതുള്ളത് മൊത്തം തീർക്കണം എന്നാണ്. അതിനിപ്പോൾ മഴയുമില്ല, വേഗം ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ വേഗം തീർത്തിട്ട് കാണിച്ചു കേട്ടോ ഗൈസ്. ഗൈസ്, അപ്പോൾ കുറച്ചില്ലേ അർബാനയും കൊണ്ട് വന്നിട്ട് പാറപ്പൊടി കൊട്ടിന്നിട്ട് നമുക്ക് മോട്ടർ ഇട്ടിട്ട് അങ്ങനെ അടിച്ചു കൊടുത്താൽ അത് മൊത്തം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകും. ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയിട്ട് ഫില്ലായിട്ട് മേലാടതാ അവിടെയൊക്കെ ഉണ്ടല്ലോ, അതുപോലെ നിൽക്കണം കേട്ടോ. പിന്നെ ഫൈനലി എന്താ പറയുക, ഫൗണ്ടേഷൻ അടിമട്ടം വരെ നിർത്തിയിട്ട് നമ്മൾ പാറപ്പൊടിയിട്ട് ഇറക്കി ഫുള്ളായിട്ട് കഴിഞ്ഞു കേട്ടോ. ഫുൾ ഫിനിഷ്. അപ്പോൾ നാളെ മുതൽ അവർ മേലേക്ക് കെട്ടാൻ വേണ്ടിയിട്ട് വരും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ട് ഗൈസ്, മൊത്തം ഫിനിഷായി. എല്ലാം കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞങ്ങൾ അടിച്ച് വെച്ചിട്ട് കുറച്ച്. ഇനിയിപ്പോൾ നമുക്കിത് കഴിയുന്നതനുസരിച്ചിട്ട് ബാക്കി അടിക്കാൻ പറ്റുള്ളൂ. പിന്നെ കെട്ടാൻ വേണ്ടിയിട്ടുള്ള എംസാൻഡ്, അത് ഇപ്പോൾ ഒരു ലോഡ് മതി, ഒരു വണ്ടി മതി എന്ന് പറഞ്ഞു.
പിന്നെ അത് നമ്മൾ വലിയ മഴയുണ്ടെന്നുണ്ടെങ്കിൽ ഒലിച്ചു പോകാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 വണ്ടി മതി എന്ന് പറഞ്ഞിട്ട് ഇത് എടുത്തിട്ട് ബാക്കി ഇനിയിപ്പോൾ കല്ലും ഏകദേശം അങ്ങനെ നീങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ഇറക്കി അടിക്കാമല്ലോ. അപ്പോൾ ഗൈസ് അങ്ങനെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നാളെ മുതൽ കെട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും അതൊന്ന് പൊന്തി കണ്ട് അതായത് നമുക്ക് ഫസ്റ്റ് അങ്ങനെ തറ എടുത്തിട്ടൊരു കാണണം എന്നുള്ളൊരിതായിരുന്നു, പിന്നെ അടിമട്ട് ഇട്ട് കാണണമെന്നായിരുന്നു. ഇപ്പോൾ തറ ഒന്ന് പൊന്തി കിട്ടണമെന്നായിരുന്നു. അപ്പോൾ നാളെ എന്തായാലും ഒരു കെട്ടാൻ പറ്റുന്നുണ്ട്. എന്തായാലും നമുക്ക് കെട്ട് തുടങ്ങിയിട്ട് കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ ഫൗണ്ടേഷൻ വർക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണല്ലോ. ഇതവിടെ ഒരാൾ കേട്ടാ കല്ലൊക്കെ പൊറുക്കി സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതവിടെ സിമെൻറ്റും കാര്യങ്ങളൊക്കെ വന്ന് അത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നലെ എംസാൻഡും കാര്യങ്ങളൊക്കെ വന്നു, പണിക്കാർ വന്നു. അവർ അളവും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. കല്ലിടാൻ തുടങ്ങിയിട്ടാ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓണറൊക്കെ കേട്ടോ, ഓണറിന്റെ ചെവി നല്ല പവർ കൂടുതൽ. ഇത്ര നേരം മറ്റേ ഈ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ പിടിക്കുന്നതിൻ്റെ കുറച്ച് ഇതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർ ഫൈനൽ ചെയ്തിട്ട് കെട്ടാൻ തുടങ്ങി. അപ്പോൾ കെട്ടാൻ സ്റ്റാർട്ട് ചെയ്ത് ഗൈസ്. ഒന്ന് പൊന്തിക്കണ്ടാൽ ഇതെന്താ കാര്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും അറിയില്ല, വെറുതെ നോക്കി നിൽക്കുന്നു. അപ്പോൾ ഇന്നാണ് നമ്മളുടെ വീടിന്റെ ബെഡ് വർക്കിലോ ഞങ്ങളിതാ ഹോൾ സെറ്റ് ആയിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇന്ന് അമ്മയുണ്ട് കേട്ടോ. അമ്മ ഇവിടെ തന്നെയാണല്ലോ. ഇന്നലെ പോയിട്ട് ഞങ്ങൾ വിളിച്ചിട്ടോ. വിളിച്ചിട്ടോ. ഇന്നലെ നേരത്തെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നുകൊണ്ട് അമ്മനെ വിളിച്ചിട്ടൊന്നുമില്ല. ഞാനും വെച്ചത് നേരത്തെ പോയിട്ട് അവിടെ കുറച്ച് പണിയുണ്ട്. അതിന് ശേഷം അവിടെ പണിക്കാരൊക്കെ വന്നു. പിന്നെ വാങ്ങിച്ച് ചിങ്ങടൊക്കെ എണീറ്റു. അമ്മയും നേരത്തെ എണീറ്റു. എന്നിട്ട് അപ്പോൾ ഒരു സെറ്റായി. ഞാൻ അവിടെ നിന്ന് വന്നാൽ ഇനിയിപ്പോൾ ഇനിയും പിടിക്കാം, നേരെ പോവാം അല്ലേ. അച്ഛനൊക്കെ പിന്നെ അവിടെ ഉണ്ട്. പണിക്കാർ ഏകദേശം എല്ലാം വന്ന് സെറ്റായി. അവർ ഏകദേശം തുടങ്ങേണ്ട രീതിയിൽ നിൽക്കുന്നത്. ഞങ്ങൾ ഫുഡും കഴിക്കണം, അവർക്കുള്ള ഒരു സാധനങ്ങൾ വണ്ടിയുണ്ട്. അപ്പോൾ അതങ്ങനെ കൊണ്ടുപോകണ്ട. അമ്മ ഇതാ ചിങ്കടും ഇതാ മമ്മ റെഡി ആവാണ്. അമ്മ അതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ചിങ്കടോ എന്താ പറയുന്നേ? പുതിയത് വേണം പറഞ്ഞിട്ട് ഡ്രസ്. അപ്പോൾ നമുക്ക് ഇറങ്ങാം അല്ലേ. അങ്ങനെ നമ്മളിതാ സ്ഥലത്തെത്തിയില്ലേ. ഫുഡൊക്കെ കഴിച്ചു. ഇതാ വാർപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അവർ തുടങ്ങി കുറച്ചിടാൻ തുടങ്ങിയിട്ട് അത് അവിടെയൊക്കെ ഇട്ട് വരാൻ തുടങ്ങി. പിന്നെ ഇന്ന് വാർപ്പായതുകൊണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവൻ. അപ്പോൾ ഞങ്ങൾ രാവിലെ വരുമ്പോൾ തന്നെ ഫുഡും അത് പൊറാട്ടയും കാര്യങ്ങളൊക്കെ അവർക്ക് രാവിലെ പൊറാട്ട വേണം പറഞ്ഞിട്ട് പൊറാട്ടയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഫുഡും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ കുറച്ച് നേരം കൂടി ഇട്ടിട്ട് കറണ്ട് പോയിരിക്കുന്നു. വെള്ളത്തിനൊരു പ്രശ്നം ഉണ്ടല്ലോ. കുറച്ച് നേരം കൂടി ഇട്ടിട്ട് പിന്നെ എന്താണ് ഫുഡ് കഴിച്ചിട്ട് പിന്നെ അടുത്തത് തുടങ്ങുള്ളൂ. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ദിവസം അത് വല്ലാത്തൊരു ദിവസമായി മാറിയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം വല്ലാത്ത ദിവസമായി മാറി. എന്താ സംഭവം ചോദിച്ചാൽ കറണ്ട് ഇല്ല. ഇനി ഉച്ചയ്ക്ക് ശേഷം വരുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ ദാച്ചൻ കോരിക്കൊടുക്കുന്നു. ബേബി എടുത്തിട്ട് പോയി അവിടെ പോയി ഒഴിക്കുന്നു. ഇതുണ്ട് ചിങ്ങടും അമ്മയും കൂടെ അവിടെ കല്ല് പൊറുക്കി കളിക്കുന്നു കേട്ടോ. ഇത് കഴിയണ വരെ ഒഴിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരുമോ? അങ്ങനെയാണ്. അപ്പൊ ഗൈസ് ഇവർക്ക് റെസ്റ്റ് ഇല്ല കേട്ടാ, കോരിക്കൊണ്ടേ ഇരിക്കണേ.
ഇന്നലെ ബെൽറ്റ് വർപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ബെൽറ്റ് വർപ്പിന് അടിച്ച് പലകയും കാര്യങ്ങളൊക്കെ രാവിലെ അയച്ചല്ലോ. അവർ നേരത്തെ വന്ന് കംപ്ലീറ്റ് അയച്ചിട്ടതാ. ഇങ്ങനെയായി മൊത്തം അഴിച്ചിട്ട് തറപണി ഫിനിഷ് അല്ലേ. അപ്പോൾ കുറച്ച് മണ്ണ് മാത്രം ഫില്ല് ചെയ്യാനുണ്ട്. ഓൾറെഡി ഞങ്ങൾ കുറച്ച് ഫില്ല് ചെയ്തതാണ്. അതായത് നമ്മളിവിടെ കിണറിൻ്റെ മണ്ണും പിന്നെ വേറൊരു 4 ലോഡും കൂടി അടിച്ചിട്ട് ഞങ്ങൾ ഫില്ല് ചെയ്താണ്. ഇനിയിപ്പോൾ അതായത് അവർക്ക് പണിയെടുക്കാൻ പാകത്തിനല്ലോ അവ. അപ്പോൾ ഇനി വന്നിട്ട് ബാക്കിയും കൂടി ഫില്ല് ചെയ്ത് തറയൊന്ന് കലക്കാനുണ്ടല്ലോ അവ. അപ്പോൾ ഗൈസ് അങ്ങനെ ഇത് കഴിഞ്ഞത് ബെൽറ്റ് വർപ്പിൽ കാണുമ്പോൾ നല്ല രസമുണ്ടല്ലോ അവ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ കാണുമ്പോൾ നല്ലൊരു ഇതില്ലേ സത്യം. അതായത് പറയണ്ടെന്നൊന്നും ഈ ഷെഡ് ഇവിടെ കെട്ടിയപ്പോൾ തന്നെ ഭാവിച്ചതിന് തപ്പഴേ പറയുന്നത് ഷെഡ് ഇവിടെ കെട്ടിയപ്പോൾ തന്നെ ഇതായിരുന്നു. അപ്പോൾ ഇതും കൂടി വന്നപ്പോൾ കുറച്ചുകൂടി അടിപൊളിയായിരുന്നു ഇല്ലോ അവ. ഇനിയിപ്പോൾ ഇവിടെ കുറേ പണികളുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്യാനുള്ളത് മണ്ണും കാര്യങ്ങളും അടിക്കും. ഇപ്പം മഴയായതുകൊണ്ട് തന്നെ മണ്ണടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ ഒന്ന് കമ്മിയായിട്ട് മണ്ണും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് തറയൊക്കെ ഒന്ന് കലക്കി സെറ്റാക്കി വെക്കണമല്ലോ അവ. അപ്പോൾ ഗൈസ് അങ്ങനെ തണുപ്പണി ഫിനിഷ് ആയിരിക്കണം. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഓരോ അപ്ഡേറ്റ് ആയിട്ട് ഞങ്ങൾ എന്തായാലും തരാം അല്ലേ അവ. പിന്നെ ഒരു കാര്യം കൂടി പറയും, നമുക്ക് എപ്പോഴാണ് എങ്ങനെയാണ് ഫിനിഷ് ആക്കാൻ പറ്റുന്നതെന്ന് അറിയില്ലല്ലോ അവ. അപ്പോൾ അത് ഞങ്ങൾ മാക്സിമം പെട്ടെന്ന് ഫിനിഷ് ആക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾ എന്തായാലും ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഗൈസ്. നമ്മുടെ വീടിൻ്റെ തറ കലക്കിലാണല്ലോ ഇന്ന്. അപ്പോൾ മണ്ണും കാര്യങ്ങളൊക്കെ ഇന്നലെ അടിച്ചു. ഇന്നലെ രാവിലെ വരുമ്പോണ്ട് ഞങ്ങൾ നേരത്തെ വന്ന് പിന്നെ അങ്ങനെ രാവിലെ കഴിഞ്ഞ് ഉച്ചയ്ക്കാണ് മണ്ണ് വന്നത്. ഉച്ചയ്ക്ക് വന്ന് ഏകദേശം വൈകുന്നേരം നമ്മൾ മണ്ണും കാര്യങ്ങളും ഫുള്ളായി അടിച്ച് വെച്ചിട്ടുണ്ട്. മഴ ഉള്ളതുകൊണ്ട് തന്നെ മണ്ണും കാര്യങ്ങളും അതായത് മണ്ണ് അടിക്കാന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മഴ പെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഉച്ചയ്ക്ക് ശേഷം വന്നിട്ട് മണ്ണും കാര്യങ്ങളൊക്കെ ബാക്കിൽ കാണുന്നുണ്ട്. മണ്ണും കാര്യങ്ങളൊക്കെ മാക്സിമം അടിച്ചു. അപ്പോൾ ഇന്നലെ തന്നെ നമുക്ക് ടൈം ആയതുകൊണ്ട് തന്നെ തറ ബാക്കി എല്ലാ തറയിലും എടുത്തിടാനും കാര്യങ്ങളൊന്നും പറ്റിയില്ല അല്ലേ. അത് മാത്രമല്ല നമ്മുടെ സ്ഥലത്തിലൊരു പ്രത്യേകതയുണ്ട്, വഴിയൊക്കെ നല്ല സൂപ്പറാണ്. അതായത് ഇതാണ്ട എന്ത് സംഭവിച്ചാൽ ഈ മണ്ണ് പറയുമ്പോൾ നമ്മൾ അടുപ്പിച്ച് ലോഡ് വരും. കല്ലാകുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ അല്ലേ വരുള്ളൂ. മണ്ണ് പറയുമ്പോൾ അടുപ്പിച്ച് വണ്ടി ഓടുന്നതുകൊണ്ട് തന്നെ മറ്റേ വണ്ടി ഓടാത്ത സ്ഥലം മറ്റേ വഴിയായതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ഇരുന്ന് പോകും. പിന്നെ JCB ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊന്ന് ഒപ്പാക്കി പോകണമെന്ന് മാത്രമല്ലേ അവ. അപ്പോൾ ഇതാ ഹിറ്റാച്ചി വന്നിട്ട് അവിടെ മണ്ണൊക്കെ തറയിലെടുത്തിടുകയാണ്. ഇട്ടതിന് ശേഷം പിന്നെ ഹിറ്റാച്ചി മേലെ കയറിയിട്ട് തറയും കറിയൊക്കെ കാലത്തേട്ടാ ഞാൻ കാണിച്ചു തരാം. എന്താണ് ആദ്യം വിചാരിച്ചത് മണ്ണ് മാത്രം എടുത്തിട്ട് അതിലിടാന്നാണ്. ഇടാന്നാണ്. പിന്നെ എന്താണ് ബേബി അച്ഛനൊക്കെ നിന്നിട്ട് മറ്റേ കലക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ മൂപ്പരന് പറഞ്ഞ് കൈയോടെ ചെയ്തോട്ടെ കഴിഞ്ഞില്ലായിരുന്നു. അപ്പം ഞങ്ങളും വിചാരിച്ചു അപ്പോൾ ഹിറ്റാച്ചി കൊണ്ട് ഞങ്ങൾ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാ ഹിറ്റാച്ചി മണ്ണെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയും മണ്ണ് ടിപ്പറും JCB കൂടി അടിച്ചാണ്. കുറച്ചൊക്കെ ഉള്ള പോലെ തോന്നും, പക്ഷെ നല്ലൊരു മണ്ണ് നിറയുണ്ട്. ഇവിടെയൊക്കെ കിടക്കണൊക്കെ മണ്ണുണ്ട് അല്ലേ അവ. നിറയെ മണ്ണടിച്ചിട്ടുണ്ട്. കാണുമ്പോൾ അറിയില്ല. അപ്പോൾ ഇതാള് നേരത്തെ വന്ന് വർക്കിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മള് ഫസ്റ്റ് അടിച്ച മണ്ണെന്ന് പറഞ്ഞിട്ട് നല്ല റെഡ് കളറായിരുന്നു. ഒട്ട് മണ്ണ് പൊട്ടലായിരുന്നു. ഇത് നമ്മളുടെ സ്ഥലത്തിലുള്ള സെയിം മണ്ണ് അതെ നമ്മുടെ അടുത്ത് തന്നെ കിട്ടി. അപ്പോൾ അതുകൊണ്ട് സെയിം മണ്ണാണ് നമുക്ക് കിട്ടിയത് അല്ലേ അവ. വെട്ടുകല്ലിൻ്റെ മണ്ണാണ്. നമ്മുടെ ഇവിടെയും വെട്ടുകല്ലിൻ്റെ മണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല ബലമാണ്. അതുകൊണ്ടൊരു എന്താ പറയുക, നമുക്ക് ഈ ഒരു തറയാവണമെന്ന് നമുക്ക് അത്രയും എന്താ പറയുക ഗുണമാണ്. ഈ ഒരു വെട്ടുകല്ലിൻ്റെ മണ്ണായതുകൊണ്ട് കുറച്ചുകൂടെ ബലം കൂടുതൽ കിട്ടില്ല. പിന്നെ അതുപോലെ ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ അതൊരു എന്താ പറയാ, അതൊരു വല്ലാത്തൊരു ഹാപ്പിയാണ് കേട്ടോ. അത് നമുക്കിപ്പോൾ പറഞ്ഞറിയിക്കാനൊന്നും ഓരോ ഘട്ടമായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഞങ്ങൾ അന്ന് പറഞ്ഞ പോലെ ഷെഡ് കെട്ടുന്ന സമയത്ത് അയ്യോ വീടായിരുന്നെങ്കിൽ എന്ന് തോന്നും. പിന്നെ അതന്നെ വേഗം ഒന്ന് തറ കെട്ടിയിട്ടാ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിക്കും. തറന്റെ കുഴി എടുക്കുമ്പോ അതൊന്ന് മേലേക്ക് വന്ന് അങ്ങനെ ബെൽറ്റ് വർക്ക് തറ കലക്കണം. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഓരോന്നോരോ സ്റ്റെപ്പായിട്ട് നമ്മളിങ്ങനെ വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇതാ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തറ കലക്കുന്ന സമയത്ത് ഞാൻ നിന്ന് മോട്ടറും കാര്യങ്ങളൊക്കെ വെള്ളം അടിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു കൈയോടെ മറ്റേ ഹിറ്റാച്ചിൻ്റെ ഇത് വെച്ചിട്ട് കലക്കിക്കൊണ്ടേയിരിക്കും. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇപ്പം നമ്മൾ ഈ മഴൻ്റെ ആ ഒരു ടൈമിൽ ചെയ്യണത് കൊണ്ട് വെള്ളം അത്യാവശ്യം നല്ല കിണറിൻ്റെ പകുതിക്കുണ്ട് ഇല്ലേ ബേബി? പകുതിയല്ല കിണറിന് ഫുള്ളായിട്ട് ആകെ 2 പട വന്ന് വെള്ളം ഇല്ലാത്തുള്ളൂ. ബാക്കി അല്ല ഞാൻ അതാ ഉദ്ദേശിച്ചത്. പകുതി പറഞ്ഞ മേലൊന്ന് താഴത്തേക്ക് പോകുമ്പോ അല്ല 2 പടവ് വെള്ളം കയറാത്തുള്ളൂ. ബാക്കി ഫുള്ളായിട്ട് കിണറിൽ വെള്ളമാണ്. പക്ഷെ ഞങ്ങൾ ഇരിക്കുന്ന വാടക വീട്ടില് അത്യാവശ്യം അമ്മ അവിടെയൊക്കെ പറയുന്ന കേട്ടോ മഴ ഒന്ന് കമ്മിയായപ്പോൾ എല്ലാവിടെയും വലിഞ്ഞു. പക്ഷെ എന്തോ ഇവിടെ വലിഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെ അത്രയും ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തോ നമുക്ക് തറ കലക്കാൻ കുഴപ്പമില്ല. വെള്ളമൊന്നും കാര്യങ്ങളൊന്നും കഴിയുന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട അല്ലേ. അപ്പം എന്തായാലും മുന്നേ പണിക്ക് വന്നപ്പം അവർക്ക് മാത്രം വെള്ളം കുടിക്കാൻ കുറച്ച് ടാസ്ക് ആയിരുന്നു കേട്ടോ. കാരണം
മറ്റേ മരന്റെ ബേബി. അതായത് തൊട്ട സ്ഥലത്തില് മറ്റേ മാങ്ങമരം കണ്ട, അതിലെന്തോ എന്താണ് അതില് കൊമ്പ് വന്ന് ഇങ്ങനെ നിൽക്കണ, കൊമ്പ് നിൽക്കണ കുഴപ്പമില്ല. പക്ഷെ ഇത്തിക്കണ്ണി വന്നിട്ട് ഇത്തിക്കണ്ണിന്റെ വീട്ടിൽ നെറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും മഴ പെയ്യുന്ന സമയത്ത് അതിന്റെ മറ്റേ ഇത്തിക്കണ്ണിന്റെ നീരൊക്കെ ഇറങ്ങിയിട്ട് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതെ, അവരുടെ അടുത്ത് വെട്ടാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സെറ്റായി, സ്മെല്ല് കാര്യങ്ങളൊന്നും അടിക്കണമൊന്നുമില്ല. അതെ. അപ്പൊ എന്തായാലും അവരുടെ അടുത്ത് വെട്ടാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങള്, അല്ലേ? അപ്പൊ എന്തായാലും വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും തറകലൊക്കെ നമുക്ക് കാണിച്ചു തരാട്ടാ. ഇങ്ങനെ ഇട്ടില്ലെങ്കിലേ കലക്കുന്ന സമയത്ത് ഇതിനുള്ളിൽ കൂടെ പോകും. ഇവര് ആ ചാക്ക് വെച്ചിരിക്കണടെ അത് കോൺക്രീറ്റ് അപ്പോൾ പകുതി മുക്കാലും ആയിട്ടാ. അപ്പോൾ 50-50 ഇനി കുറച്ചുകൂടെ ഉള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ ടൈമായി. കഴിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് വന്നിട്ട് മൂപ്പൻ്റെ അടുത്ത് ഇവിടെ റിലേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ആളവിടെ കഴിക്കാൻ പോയി. അപ്പോൾ ഞങ്ങൾ പുറത്തുപോയി കഴിക്കാമെന്ന് ചോദിച്ചു. കാരണം വീട്ടിൽ പോയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ചിങ്ങൂടി ചിലപ്പോൾ ഇടയാൻ ചാൻസ് ഉണ്ടല്ലേ. എത്ര നേരം കുഴപ്പമൊന്നുമില്ല, ചിലപ്പോൾ ഞങ്ങളെ കണ്ടതായാലും ഉണ്ട്. അപ്പോൾ ഞങ്ങളവിടെ അടുത്തവിടെയും പോയി ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി സ്റ്റാർട്ട് ചെയ്യും. കാരണം ഞങ്ങൾ വന്നാലാണ് ഞായറാഴ്ചയാണ്. അപ്പോൾ ഞങ്ങൾ വന്നാലും ആൾക്കും പണി നടക്കുള്ളൂ. കാരണം വെള്ളം അടിച്ചുകൊണ്ടേ ഇരിക്കണം. അതായത് വെറുതെ മണ്ണൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഞങ്ങൾക്ക് വേഗം പോയിട്ട് വരണം ഗൈസ്. അപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കഴിക്കാൻ പോവാം ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു കേട്ടോ. ഇനി പണി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗൈസ് അപ്പം അങ്ങനെ തറ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അല്ലേ? ഫിനിഷായി. കണ്ട ബേബിൻ്റെ കോലം നോക്ക്. അത് ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല, കുറച്ച് ഉറങ്ങിയിട്ട് എണിച്ചു. അപ്പോൾ അത് ഒരു വെള്ളം നല്ല ഉറക്കം വരും, നല്ല ക്ഷീണമായി. സൗണ്ടൊക്കെ ചേഞ്ച് ആയി ചേഞ്ച് ആയി. അപ്പോൾ ഗൈസ് മൊത്തം ഫിനിഷായി. ബാക്കി വരുന്ന മണ്ണ് അവിടെ കൂട്ടി വെച്ചു അല്ലേ? പിന്നെ അവിടെയൊക്കെ ഒന്ന് ഒതുക്കി വിട്ടു. എപ്പോഴും വരുന്ന സമയത്ത് ഒതുക്കി വിടും. ഇല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ വൃത്തിയാടായിരിക്കും. വിത്യാസമുള്ള സമയത്ത് കൈയോടെ ചെയ്ത്